ഗൈസ്, ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ പോകണം. രണ്ട് ദിവസമായിട്ട് ആകെ ഒരു ചീഞ്ഞ ക്ലൈമറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ കവർ കണ്ടില്ലേ, ആ കവറിൽ 3 കുടയാണ് കേട്ടോ. കാരണം എപ്പോഴാണ് മഴ പൊട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ കുട കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് റീഗലിക്കാണ് കേട്ടോ. കൂറ്റനാട് സെൻറ്ററിൽ നമ്മൾ ഇറങ്ങി വണ്ടി നമ്മൾ വാങ്ങൂർ വെക്കുക ചെയ്ത് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ബസ്സിന് വരിക ചെയ്ത്. അപ്പോൾ നമ്മൾ റീഗലിക്കാണ് പോകുന്നത്. റീഗലിപ്പോൾ വലിയ കടയായിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറുതാക്കി മിനി സ്റ്റോറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇത് ചെറുതാക്കിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടോ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. വലിയ ഷോപ്പ് ആയ സമയത്തുണ്ടല്ലോ, ഞാൻ എൻ്റെ റിങ് കൊണ്ടുപോയി മാറ്റിയതൊക്കെ ഇവിടെ നിന്നായിരുന്നു. എന്നിട്ട് എനിക്കൊരു വലിയ അമ്മിളിയൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ നല്ല തൂക്കമുള്ളൊരു മോതിരം കൊടുത്തിട്ട് ഞാനും മേമയും കൂടെ ഒറ്റയ്ക്ക് പോയതാണ്. എന്നിട്ട് ഞങ്ങൾക്കറിയില്ലല്ലോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗോൾഡ് എടുക്കാൻ സ്വന്തം റിസ്കിൽ പോകുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ നല്ല തൂക്കമുള്ള ഒരു ഗോൾഡ് മാറ്റിയിട്ട് ഒരു സിമ്പിൾ മോഡൽ എടുത്തു, അത് ഡയമണ്ട് വെച്ചിട്ട്. അന്നെൻ്റെ വിചാരം ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഡയമണ്ടിന് ആ കാർഡില്ലെങ്കിൽ ഒരു വിലയില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ തന്നെ അല്ലേ. അപ്പം ഞാൻ ആ ഒരു റിങ് ഫുള്ള് ഗോൾഡായിരുന്നു, അത് മാറ്റി ഞാൻ 3 കല്ല് ഡയമണ്ടിൻ്റെ വെച്ച്. എന്നിട്ട് അതിനൊക്കെ തൂക്കം കുറച്ച് ഞാൻ എടുത്തു പോയി. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഡിത്തം പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക്. കടയുടെ ഉള്ളിൽ കയറിയപ്പോഴാണ് കേട്ടോ ഈ ഒരു ചേട്ടനെ കണ്ടത്. ഈ ചേട്ടനെ കണ്ടത് വളരെ സർപ്രൈസിലായിപ്പോയി. കാരണം നമ്മൾ എടപ്പാൾ അവരുടെ ഓർണമെൻറ്റ്സ് എടുക്കാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് ഞാൻ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം. നല്ല സർവീസായിരുന്നു, നല്ല കിട്ടില്ലെന്നാണ് ഈ ഏട്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ ഇവിടെ കൂറ്റനാട് ബ്രാഞ്ചിൽ ഞങ്ങൾ കണ്ടപ്പോൾ ആകെ സർപ്രൈസിലായിപ്പോയി. അപ്പോൾ ആളെന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് എടുത്തത്. ആൾക്ക് കണ്ടപ്പോഴേ ഞങ്ങളെ മനസ്സിലായി, ഞങ്ങൾക്കും ആളെ പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്നോട് ചോദിക്കരുത് ചാളിലൊക്കെ എങ്ങനെ പോകുന്നു, ഇയാൾക്കല്ലേ ചാളുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മൾ ഇതെടുത്ത് വെച്ച് കേട്ടോ. കാരണം ആദ്യം എനിക്കാണ് വിചാരിച്ചിട്ട് ആൾ ലേഡീസിൻ്റെ റിങ്സാണ് നോക്കിയത്. അപ്പം ഞാൻ പറഞ്ഞ ലേഡീസിൻ്റെ അല്ല, ജെൻസിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ജെൻസിൻ്റെ ആകെ ഈ 2 തട്ട് മാത്രമേ ജെൻസിൻ്റെ ഉള്ളൂ. അതിന്ന് ഞങ്ങൾ അപ്പം ഞാൻ ആ കൈ പിടിച്ചില്ല, അതെടുത്ത്. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ഒരു റിങ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 3 ഗ്രാമിൻ്റെ അടുത്തുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ ഗ്രീനും ഇട്ട് നോക്കി, ആദ്യം റെഡും ഇട്ട് നോക്കിട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഗ്രീൻ കണ്ടാൽ ഞാൻ കമ്മിന്നടിച്ച് വീഴുന്ന അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ റിങ് ഭയങ്കര ആഗ്രഹമുള്ള ഇതാട്ടോ. ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ഇതിൻ്റെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഭാവിയിൽ എടുക്കാൻ പറ്റുമായിരിക്കും. ഗോൾഡിനൊക്കെ നല്ല റേറ്റാണ്. അയ്യോ, ഇതൊക്കെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ വിചാരിച്ചു ഇത്രയൊന്നും ആവില്ല കേട്ടോ. പക്ഷേ എന്തിനാ നല്ല നല്ല വളകൾ കണ്ടോ. അത് നമുക്ക് നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 lakhs റോസ് ഗോൾഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല വളകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല കളക്ഷൻ ഉള്ളത് എനിക്ക് തോന്നിയത് റോസ് ഗോൾഡിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിലും അത്യാവശ്യം നല്ല ലേഡീസിൻ്റെ ബ്രേസ്ലെറ്റ് കേട്ടോ, നല്ല കളക്ഷൻസ് ഉണ്ട്. മിക്കതും ഞാൻ നോക്കുകയാണെങ്കിൽ ജെൻസിനാണ് ഒന്നും ഇല്ലാത്തത് സത്യം പറഞ്ഞാൽ. ലേഡീസിന് ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങൾ എല്ലാത്തിലും നല്ല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വളയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സ്വർണ്ണമൊക്കെ വാങ്ങാൻ പോണത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പറ്റുന്നില്ല. അച്ഛൻ എടുത്തു തരുന്നതല്ലേ. GST അത് ഇതിന്നൊക്കെ കഴിഞ്ഞ് ഒരു സംഖ്യ വരും. സൂപ്പറല്ല. അങ്ങനെ നമ്മൾ മോതിരമൊക്കെ എടുത്തു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും എമൗണ്ട് ആയി. ഞാൻ എത്രയൊക്കെ പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്ക് മോതിരം എടുത്ത് പരിചയമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വരുന്ന വഴിക്ക് അച്ഛൻ്റെ ഒക്കെ അങ്ങനെ കണ്ടോ.
എന്താണ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിയലിലേക്ക് കാണാം. നിങ്ങൾ ആ കേട്ടത് എൻ്റെ അനിയത്തിയുടെ കെയറിങ് ആണ് ഗൈസ്, കെയറിങ്. ഞാൻ ഫോൺ ഓഫ് ആക്കാത്തതിൻ്റെ അവളെ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നമ്മൾ നേരെ അവിയൽ മിൽക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഇവിടേക്ക്. അപ്പം ഞങ്ങൾ രണ്ടുപേരും സാധാ ഒരു നോർമലും അച്ഛന് ഫ്രഷ് ലൈമും ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കൂറ്റനാട് ഞങ്ങൾ ബസ് കയറി കേട്ടോ. ഞങ്ങൾ വന്ന ബസ്സാണ് കേട്ടോ. അതായത് അത് വെച്ച് ടയറും ഭയങ്കര സൗണ്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വാണി സെൻറ്ററിൻ്റെ നടുവിൽ വെച്ചിട്ടായിരുന്നു ഇത്. വാണി സെൻറ്ററിൻ്റെ വാവണിയുടെ നടുവിൽ വെച്ചിട്ടാണ് ടയർ ഇതായത്. അപ്പോൾ പിന്നെ ഞങ്ങൾ നടന്നു. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ അതാ ബസ് അവിടെ നിർത്തിയിട്ടോ. കണ്ടോ, കാണിച്ചു തരാം നമ്മുടെ ആ ബസ് കിടക്കുന്നത്. നമ്മളെ കൂടെ ഇങ്ങനെ പോണ്. കാരണം നമ്മൾ കുളത്തിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എടുക്കണം. കറക്റ്റ് പറഞ്ഞാൽ നമുക്ക് അവിടെ ആ വണ്ടിയിലല്ലേ കയറിയിട്ട് അവിടെ കറങ്ങിയ സുഖമായിട്ട് നടക്കാം. പക്ഷേ പറഞ്ഞെങ്കിൽ വലിയ റിസ്ക് എടുക്കണ്ട. ഫ്രണ്ട് ടയറാണ് കഴിക്കുന്നത്. ചിലപ്പോൾ മൂക്കും കുത്തി വീണാലോ. പണിയായത്. ഈ ടയറിനാണ് പ്രശ്നം. ഇത്ര കണ്ട ആൾക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു. വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നുപേരും കൂടെ ഇതിൽ പോകും. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നതും ഒരു റിങ്ങും ഗോൾഡിൻ്റെ റിങ് എടുത്തതൊക്കെ കേട്ടോ. അപ്പം ഞാനത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടിയുള്ള ഗിഫ്റ്റാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അത് സ്വത്തുവിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേ ആണ് ഈ മന്ത് ലാസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം അവിടെ നിന്ന് ഞാൻ അവനില്ലാണ്ട് ഞാൻ എപ്പോഴും എങ്ങോട്ട് പുറത്ത് പോകാറില്ല. അപ്പോൾ ഇനി അഥവാ പുറത്ത് പോയാൽ തന്നെ മണത്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ പോയിട്ടുള്ളത് റീഗൽക്കാണ്. നിങ്ങൾ കല്യാണം വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ കല്യാണത്തിൻ്റെ ജ്വല്ലറി മൊത്തം എടുത്തത് നമ്മൾ റീഗലിനായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങൾ അന്ന് പോയത് എടപ്പാൾ കല്യാണത്തിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടപ്പാളുള്ള ഹോൾസെയിൽ ഔട്ട്ലെറ്റിലാണ് പോയത്. പക്ഷെ ഇവിടെ പറഞ്ഞാൽ മിനി സ്റ്റോറാണ്. അപ്പോൾ അതിനനുസരിച്ച് സെറ്റപ്പേ ഉള്ളൂ. പണ്ട് വലുതായിരുന്നു കേട്ടോ, അപ്പോൾ ചെറുതാക്കിയതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ജെൻസിൻ്റെ റിങ്സ് ഉണ്ടല്ലോ, അതൊട്ടും കളക്ഷൻസ് ഇല്ല. 2 തട്ട് മാത്രമേ ജെൻസിൻ്റെ ഉള്ളൂ. പക്ഷേ ലേഡീസിന് അടിപൊളി കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഗ്രാമാണെങ്കിൽ തന്നെ അതിൽ തന്നെ നല്ല ഒരുപാട് കളക്ഷൻസ് ലേഡീസിൻ്റെ സെക്ഷനിലുണ്ട്. പക്ഷേ ജെൻസിന് ഒട്ടുമില്ല. ഒരു 2 ആയാലും 3 ആയാലും 1 ആയാലും ഒന്നിലും ഒരു നല്ല കളക്ഷൻസ് ഒന്നുമില്ല. തമ്മിൽ കൂട്ടത്തിൽ ഭേദം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചും കുറച്ചും കൂടെ കാണാൻ വേണ്ടിയുള്ളതുകൊണ്ട് നമ്മളെടുത്തതിൽ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മറന്നുപോയി അതിൻ്റെ പൊക്കെ കൊടുക്കാൻ. പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഞാനും അതിലും പിൻട്രസ്റ്റ് ഒക്കെ കണ്ടുപിടിച്ച ഒരു സിമ്പിൾ മോഡൽ കേട്ടോ. കാരണം അവൻ ഇതൊന്നും ഇടാൻ പോകുന്നില്ല. സത്യം പറഞ്ഞാൽ ഇത് ഇടാൻ പോകുന്നതല്ല, എനിക്കറിയാം. എന്നാലും ഒരു ഗുണമുള്ള എന്തെങ്കിലും കൊടുക്കണ്ടായിരുന്നു. എൻ്റെ കുറേ ഷർട്ട്, ഷൂ, വാച്ച് ഇതൊക്കെ ഞാൻ എല്ലാ പ്രാവശ്യം കൊടുത്തതാണ്. അപ്പോൾ പിന്നെ ഇനി അതന്നെ കൊടുത്തിട്ട് ഷൂ വാങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞങ്ങൾ പരിചയപ്പെട്ട് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ഷൂ ആണ് അവൻ്റെ ഫേവറേറ്റ്. അതെൻ്റെ ഫേവറേറ്റ്. ഞങ്ങൾക്ക് അത് വിട്ടൊരു കളിയില്ല. അപ്പോൾ വേറെ ഏത് ഷൂ ആയാലും അവന് കാലുവേദന എടുക്കും. കുറച്ച് കഴിഞ്ഞാൽ കാലുവേദന എടുക്കും. അവ ഇടില്ല. 2 വട്ടം ഇട്ടു. എത്ര ഷൂ അറിയാം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിടില്ല. പിന്നെ ഷർട്ട്, പാൻറ്റ് ഇതൊക്കെ പിന്നെ എപ്പോഴും കൊടുക്കുന്ന. അപ്പോൾ അതും ഇപ്പോൾ ഒരു ലോഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുമില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാച്ചാണ് ഗിഫ്റ്റ് കൊടുത്തത്. അതിന് എന്താ പറയുക, മറ്റേ സ്മാർട്ട് വാച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവന് ചില സമയത്ത് ചില പ്രാന്തികളായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്മാർട്ട് വാച്ചായിരുന്നു പ്രാന്തുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് കൊടുത്ത് അതിൻ്റെ ആ പ്രാന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ
ഇപ്പോൾ ആ പ്രാന്തില്ല. അപ്പോൾ അതവിടെ ഇരിക്കും. അപ്പോൾ 5-6 വാച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വാച്ചുകൾ ഒരു 5-6 എണ്ണം ഉണ്ട്. വെറുതെ വാങ്ങിയിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചെന്നാൽ എന്തെങ്കിലും ഗുണമുള്ള എന്തെങ്കിലും കൊടുക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതങ്ങ് എടുത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ല. ഇതിൻ്റെ പ്രോപ്പർ വൈൻഡപ്പ് മേ ബി ഞാൻ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇടുന്നതായിരിക്കും ബർത്ത്ഡേയുടെ അന്ന്. അപ്പോൾ പക്ഷെ അവന് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല. ഇപ്പോഴും പറയും എൻ്റെ ഫേസ് കാണിക്കരുത്, എന്നെ കാണിക്കരുത് എന്ന് പറയും. അപ്പോൾ അവന് വീഡിയോ വരുന്നത് ഇഷ്ടമല്ല. ഇനി അഥവാ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. പിന്നെ വീഡിയോയിൽ വരാനേ ഇഷ്ടമില്ലാത്തുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുന്നതും എനിക്ക് യൂട്യൂബിന് വേണ്ട എല്ലാ സാധനങ്ങളും ഗിംബലായാലും ട്രൈപോഡായാലും ഫോണായാലും ഐഫോൺ വരെ വാങ്ങിത്തന്നു അതൊക്കെ അവൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവന് വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ലാന്നേ ഉള്ളൂ. വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൻ്റെ വീഡിയോ എടുക്കരുത്. എന്തായാലും ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആ ഒരു റിയാക്ഷൻ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ മേ ബി എനിക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വൈൻഡപ്പ് തരുന്നത്. അപ്പം മേ ബി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. ഇല്ലെങ്കിൽ അന്ന് ബർത്ത്ഡേയുടെ സർപ്രൈസ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന അന്നായിരിക്കും. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ സീ. പാകാണോ? കറക്റ്റ് ആണോ? പിന്നെ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചെറിയൊരു പീസ് കേക്കാണ് കേട്ടോ. ഒരൊറ്റ പീസ് കേക്കാണ്. കാരണം നമ്മൾ ½ kg അല്ലെങ്കിൽ 1 kg ഒക്കെ വാങ്ങിയാൽ നമുക്ക് വേസ്റ്റാണ്. കാരണം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കഴിക്കാനും പറ്റില്ല, വേസ്റ്റാണ്. അപ്പം ഷുഗറും ആണല്ലോ, പിന്നെ അധികം കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെറിയൊരു പീസാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് ലുലുന്ന് വാങ്ങിയതാണ് കേട്ടോ, വാൻജോൻ്റെ ചെറിയൊരു പീസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ചെറിയൊരു കുഞ്ഞു സെലിബ്രേഷൻ. ഒരു ബർത്ത്ഡേ കേക്ക്, ഒരു ഗിഫ്റ്റ്, അത്രയൊക്കെ. പിന്നെ കേക്ക് കട്ടിങ് ആൾക്ക് കുളമായിരുന്നു തോന്നും. അവനത് ഇഷ്ടമല്ല കേക്ക് കട്ടിക്കുന്നത്. അപ്പം അത് എങ്ങനെയെങ്കിലും തീർത്താൻ പതിച്ചിട്ടാണ് ആൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നിർബന്ധിച്ച് ജീവിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് വീഡിയോ ടാറ്റാ ബൈ സീ.